ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സേനയുടെ വ്യോമാക്രമണം നടന്നത് ആയി സ്ഥിരീകരിച്ച് ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ സഹോദരൻ അമറാണ് ശബ്ദ സന്ദേശത്തിൽ ഇക്കാര്യം അറിയിച്ചത്. ആക്രമണത്തിൽ നാശനഷ്ടമുണ്ടായതായും വ്യക്തമാക്കുന്നു. വിവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ചേരുകയാണ്. ബലാക്കോട്ടിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണം അത്തരത്തിലൊന്നും ഉണ്ടായിട്ടില്ല എന്നായിരുന്നു പാകിസ്ഥാൻ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. പാകിസ്ഥാന്റെ ഈ വാദത്തെ ഇല്ലാതെയാക്കുന്നതല്ലേ ഇപ്പോൾ പുറത്തുവന്ന ഈ ശബ്ദ സന്ദേശം? എന്താണ് ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്? ഇന്ത്യ ബാലാക്കോട്ടിൽ നടത്തിയ ആക്രമണം സ്ഥിരീകരിക്കാൻ ആ ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് പാകിസ്ഥാൻ പറഞ്ഞിരുന്നത്. അതൊരു തുറസായ മേഖലയിൽ ഇന്ത്യൻ വിമാനങ്ങൾ പാക് സൈന്യത്തിന്റെ പ്രതിരോധത്തെ തുടർന്ന് രക്ഷപ്പെട്ടു പോകുമ്പോൾ ബോംബ് ഉപേക്ഷിച്ചു എന്നായിരുന്നു പാക് സൈന്യം പുറത്തുവിട്ടിരുന്ന ആദ്യ അവകാശവാദം. എന്നാൽ അതിന് വിരുദ്ധമായി ബാലാക്കോട്ടിലെ തന്നെ ജെയ്ഷെ മുഹമ്മദിന്റെ പരിശീലന കേന്ദ്രങ്ങളെ ഇന്ത്യ ലക്ഷ്യം വെച്ചിരുന്നു എന്നതിന് സ്ഥിരീകരണം നൽകുന്നത് ജെയ്ഷെ മുഹമ്മദ് തന്നെയാണ്. മൗലാന മസൂദ് അസറിന്റെ സഹോദരൻ മൗലാന അമറാണ് ഇതുമായി ബന്ധപ്പെട്ട പരാമർശം നടത്തിയിരിക്കുന്നത്. പെഷാവറിലെ ഒരു മത പഠനശാലയിൽ നടത്തിയ പ്രസംഗത്തിലാണ് മൗലാന അമ്മറിന്റെ ഈ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ശബ്ദ സന്ദേശപ്രകാരം കൃത്യമായി ആ സന്ദേശത്തിൽ പറയുന്നത് ഇന്ത്യ ജെയ്ഷെ മുഹമ്മദിന്റെ മതപഠന കേന്ദ്രം ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ജിഹാദ് പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള ശ്രമം നടന്നു. ഇന്ത്യക്ക് ഏതെങ്കിലും ഏജൻസിയുടെ ആസ്ഥാനങ്ങളൊന്നും തകർക്കാൻ കഴിയില്ല, മറിച്ച് ഇത്തരത്തിൽ ജെയ്ഷെ മുഹമ്മദിന്റെ ജിഹാദ് പഠിപ്പിക്കുന്ന കേന്ദ്രം തകർക്കാൻ ശ്രമിച്ചു എന്നാണ് ആ പരാമർശത്തിൽ ഉള്ളത്. ഇതിലൂടെ ഒരു കാര്യം വ്യക്തമാവുകയാണ്, കൃത്യമായി ജെയ്ഷെ മുഹമ്മദിന്റെ ഇന്ത്യ പറഞ്ഞതുപോലെ ബാലാക്കോട്ടിലെ കുന്നിൻ മുകളിലുള്ള മതപഠനശാല തന്നെയാണ് ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അവിടെ ഭീകര പരിശീലനം നടക്കുകയായിരുന്നു. അത് കേവലം ഒരു മദ്രസ മാത്രമായിരുന്നില്ല. വളരെ നാളുകളായി ആൾക്കാരെ കൃത്യമായി അവിടെ താമസിപ്പിച്ചുകൊണ്ട് പരിശീലനം നൽകുന്ന ഒരു കേന്ദ്രമായിരുന്നു അത്. അവിടെ ആക്രമണം നടന്നിട്ടുണ്ടെന്ന് വ്യക്തമാവുകയാണ്. മാത്രമല്ല ഇന്ത്യൻ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് അവിടുത്തെ 4 കെട്ടിടങ്ങൾ ആക്രമണത്തിൽ തകർത്തിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്ക് പറ്റുകയും ചിലർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്നാണ്. കൃത്യമായ എണ്ണം സ്ഥിരീകരിക്കുന്നില്ലെങ്കിലും. ശരി, ഉണ്ണിയാണ് വിവരങ്ങൾ. ബാലാക്കോട്ടിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ ISI മുൻ ഏജന്റുമാരടക്കം കൊല്ലപ്പെട്ടതായി ദൃക്സാക്ഷികൾ. 35 മൃതദേഹങ്ങൾ ആംബുലൻസിൽ നീക്കം ചെയ്യുന്നത് കണ്ടതായും ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തിയെന്ന് ഫസ്റ്റ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. ഭീകരർ കൊല്ലപ്പെട്ടെന്ന ഇന്ത്യയുടെ വാദം പാകിസ്ഥാൻ നിഷേധിച്ചതിന് പിന്നാലെയാണ് ദൃക്സാക്ഷികളെ ഉദ്ധരിച്ചുള്ള ഫസ്റ്റ് പോസ്റ്റ് റിപ്പോർട്ട്. ഇന്ത്യ വ്യോമാക്രമണം നടത്തിയ സ്ഥലത്ത് നിന്ന് 35 മൃതദേഹങ്ങൾ ആംബുലൻസിൽ നീക്കം ചെയ്യുന്നത് കണ്ടെന്നാണ് ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തിയത്. ഒരു താൽക്കാലിക ഷെഡിൽ ഉറങ്ങിക്കിടന്ന 12 പേരും കൊല്ലപ്പെട്ടു. പാക് സൈന്യത്തിൽ മുൻപ് സേവനമനുഷ്ഠിച്ചിരുന്നവരും സ്ഫോടനത്തിനിരയായി. കേണൽ സലീം എന്നറിയപ്പെടുന്ന ISI മുൻ ഓഫീസർ, പെഷവാറിൽ നിന്നുള്ള ജെയ്ഷെ മുഹമ്മദ് പരിശീലകൻ മുഫ്തി മൊയിൻ, സ്ഫോടക വസ്തു നിർമ്മാണ വിദഗ്ധനായ ഉസ്മാൻ ഖനി എന്നിവരും കൊല്ലപ്പെട്ടു. കേണൽ സരാസ് സക്രെ എന്നയാളടക്കം നിരവധി പേർക്ക് പരിക്കേറ്റു. വ്യോമാക്രമണമുണ്ടായതിനു പിന്നാലെ പ്രദേശത്തിന്റെ നിയന്ത്രണം പാക് സൈന്യം ഏറ്റെടുത്തു. പ്രാദേശിക അധികൃതരെയോ പോലീസിനെയോ ആക്രമണമുണ്ടായ സ്ഥലത്തേക്ക് കടത്തിവിട്ടില്ല. മൃതദേഹങ്ങളുടെയും പരിക്കേറ്റവരുടെയും ചിത്രങ്ങൾ പകർത്താതിരിക്കാൻ ആംബുലൻസ് ജീവനക്കാരുടെ മൊബൈൽ ഫോണുകൾ പോലും സൈന്യം പിടിച്ചെടുത്തുവെന്ന് ദൃക്സാക്ഷികൾ അറിയിച്ചതായും ഫസ്റ്റ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം പ്രദേശവാസികളുടേതായി നേരത്തെ പുറത്തുവന്നത് ഇതിന് വിരുദ്ധമായ കാര്യങ്ങളാണ്. നാട്ടുകാരായ ചിലർക്ക് നിസാര പരിക്കേൽക്കുക മാത്രമാണ് ഉണ്ടായതെന്നായിരുന്നു വാർത്തകൾ. ബോംബുകൾ ലക്ഷ്യസ്ഥാനം തന്നെയാണ് തകർത്തതെന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥർ നേരത്തെ അറിയിച്ചിരുന്നു. ഇത് ശരിവയ്ക്കുന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ചർച്ചയ്ക്കുള്ള പാക് ക്ഷണം തള്ളി ഇന്ത്യ. ഭീകരർക്കെതിരെ വിശ്വസനീയ നടപടിയില്ലാതെ നിലവിലെ സാഹചര്യത്തിന് അയവുണ്ടാകില്ല. പാകിസ്ഥാനിൽ സുരക്ഷിതമായി കഴിയുന്ന 20 ഭീകരരുടെ പട്ടിക ഇന്ത്യ അന്താരാഷ്ട്ര സമൂഹത്തിന് കൈമാറി. സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ F-16 വിമാനങ്ങൾ ഉപയോഗിച്ചതിന് പാകിസ്ഥാനോട് അമേരിക്ക വിശദീകരണം തേടി. ഇന്ത്യ പാക് പ്രശ്നങ്ങൾക്ക് ചർച്ചയിലൂടെ പരിഹാരം കാണാമെന്ന പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ നിർദ്ദേശമാണ് ഇന്ത്യ തള്ളിയത്. അഭിനന്ദനെ വിട്ടയച്ചത് ചർച്ചയ്ക്കുള്ള ഉപാധിയായല്ല. പുൽവാമയിൽ ആക്രമണം നടത്തിയ ജെയ്ഷെ മുഹമ്മദ് ഭീകരർക്കെതിരെ നൽകിയ തെളിവ് അംഗീകരിച്ച് മസൂദ് അസർ അടക്കമുള്ളവർക്കെതിരെ നടപടി വേണം. അതുവരെ പാകിസ്ഥാന്റെ പ്രകോപനത്തിന് തിരിച്ചടി തുടരുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഭീകരബന്ധം ചൂണ്ടിക്കാട്ടി പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള നയതന്ത്ര സമ്മർദ്ദം ശക്തമാക്കുകയാണ് ഇന്ത്യ. ഇതിന്റെ ഭാഗമായാണ് പാകിസ്ഥാനിൽ സുരക്ഷിത താവളം കണ്ടെത്തിയ ഭീകരരടക്കം 20 പേരുടെ പട്ടിക ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് കൈമാറിയത്. ദാവൂദ് ഇബ്രാഹിം, ബബ്ബർ കൽസ നേതാവ് വാദ്വാ സിംഗ്, രഞ്ജിത്ത് നീറ്റ എന്നിവരുടെ പേരുകൾ ഈ പട്ടികയിലുണ്ട്. ഇതിനൊപ്പം അമേരിക്ക പാകിസ്ഥാൻ നൽകിയ F-16 വിമാനങ്ങൾ ഇന്ത്യൻ സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ ഉപയോഗിച്ചതിനെതിരെയും ഇന്ത്യ നയതന്ത്ര നീക്കം സജീവമാക്കി. കടന്നാക്രമണത്തിന് F-16 യുദ്ധവിമാനങ്ങളും അതിലുപയോഗിക്കുന്ന 6ാം മിസൈലുകളുമാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചത്. ഇത് F-16 യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാൻ നൽകുന്നതിന് അമേരിക്കയുണ്ടാക്കിയ കരാറിന്റെ ലംഘനമാണ്. ഇതിനെതിരെ നടപടി വേണമെന്നാണ് ഇന്ത്യ ആവശ്യപ്പെട്ടത്.
ഇന്ത്യയുടെ ഇടപെടലിനെ തുടർന്ന് പാകിസ്ഥാനോട് വിശദീകരണം തേടിയതായി അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ബാലാക്കോട്ടിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ ജയ്ഷെ പരിശീലന കേന്ദ്രത്തിലെ 4 കെട്ടിടങ്ങൾ തകർന്നതായി ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. എന്നാൽ ആക്രമണത്തിൽ 300 പേർ കൊല്ലപ്പെട്ടുവെന്ന വാർത്തകൾ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. ലക്ഷ്യസ്ഥാനം തകർത്തതിന്റെ റഡാർ ചിത്രങ്ങൾ സൈന്യം പുറത്തുവിടുമെന്നാണ് സൂചന. എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. കശ്മീർ അതിർത്തിയിൽ പ്രകോപനം തുടർന്ന് പാകിസ്ഥാൻ. പൂഞ്ചിലെ ജനവാസ മേഖലയിൽ ഷെല്ലാക്രമണത്തിൽ അമ്മയും 2 കുട്ടികളും കൊല്ലപ്പെട്ടു. റാവലക്കോട്ട്, കോട്ട്ലി സെക്ടറുകളിൽ ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകി. പുൽവാമയ്ക്ക് സമീപം ത്രാലിൽ സൈനികരെ ലക്ഷ്യമിട്ടുണ്ടായ സ്ഫോടനത്തിൽ ഒരു ഗ്രാമീണന് പരിക്കേറ്റു. രാജ്യാന്തര സമ്മർദ്ദം അംഗീകരിച്ച് വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാനെ വിട്ടയച്ചെങ്കിലും അതിർത്തിയിലെ സംഘർഷം ഗുരുതരമാക്കുകയാണ് പാകിസ്ഥാൻ. പൂഞ്ച്, രജൌരി മേഖലകളിൽ ഇടതടവില്ലാതെ പാകിസ്ഥാൻ ഷെല്ലാക്രമണവും വെടിവെപ്പും നടത്തുകയാണ്. പൂഞ്ചിലെ കൃഷ്ണഘട്ടിയിൽ ഷെല്ലാക്രമണത്തിൽ അമ്മയും 2 കുട്ടികളും കൊല്ലപ്പെട്ടു. रात के समय इतनी गोलाबारी हुई, पेशाब करने के लिए भी टाइम नहीं मिलता था और डर के मारे നിരവധി പേർക്ക് പരുക്കേറ്റു. വീടുകൾക്കും കനത്ത നാശനഷ്ടമുണ്ടായി. റാവലക്കോട്ട്, കോട്ട്ലി തുടങ്ങിയ പാക് സെക്ടറുകളിൽ ഇന്ത്യയും ശക്തമായ തിരിച്ചടി നടത്തി. അതിർത്തിയിലെ ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ച് പാക് ആക്രമണം ശക്തമായതോടെ ആളുകൾ കൂട്ടത്തോടെ വീട് വിട്ടുപോകുകയാണ്. പുൽവാമയ്ക്ക് സമീപം ത്രാലിൽ ശക്തമായ സ്ഫോടനത്തിൽ പ്രദേശവാസിക്ക് ഗുരുതരമായി പരുക്കേറ്റു. സൈനിക വാഹനം ലക്ഷ്യമിട്ട് ഭീകരർ സ്ഥാപിച്ച കുഴിബോംബാണ് പൊട്ടിത്തെറിച്ചത്. സൈന്യത്തിനുള്ള ഭക്ഷ്യവസ്തുക്കളിൽ വിഷം ചേർക്കാൻ ISIയും ഭീകര സംഘടനകളും ശ്രമിച്ചേക്കുമെന്ന് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകി. ഇതിനിടെ കഴിഞ്ഞ ദിവസം നിരോധിച്ച കശ്മീരി ജമാഅത്തെ ഇസ്ലാമിയുടെ 300-ലധികം പ്രവർത്തകരെ കശ്മീർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഘടനയുടെ 4500 കോടി രൂപയുടെ ആസ്തികൾ പിടിച്ചെടുക്കാനും നടപടി തുടങ്ങി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പുൽവാമ ചാവേർ ആക്രമണം നടത്തിയത് ജെയ്ഷെ മുഹമ്മദ് അല്ലെന്ന വാദവുമായി പാകിസ്ഥാൻ. ജെയ്ഷെ മുഹമ്മദിന്റെ പങ്ക് സംബന്ധിച്ച് ആശയക്കുഴപ്പമുണ്ടെന്ന് പാക് വിദേശകാര്യമന്ത്രി SM ഖുറൈഷി പറഞ്ഞു. സംഘടനയുമായി ആശയവിനിമയം നടത്തിവരികയാണെന്നും ഖുറൈഷി വിശദീകരിക്കുന്നു. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസർ പാകിസ്ഥാനിലുണ്ടെന്ന് സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് പുതിയ വാദവുമായി വിദേശകാര്യമന്ത്രി SM ഖുറൈഷി രംഗത്തെത്തിയത്. പുൽവാമ ആക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദിന്റെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ ഇന്ത്യ പാകിസ്ഥാന് നൽകിയിരുന്നു. ഇവ പൂർണ്ണമായി തള്ളുന്നതാണ് പുതിയ അവകാശവാദം. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം സംഘടന ഏറ്റെടുത്തിട്ടില്ലെന്നാണ് ഖുറൈഷിയുടെ നിലപാട്. Where's the confusion? The confusion is that the leadership, when contacted, they said no. Which the leadership's been contacted by who, sir? By people over here. They say they deny that. That's the confusion. ഒരു രാജ്യാന്തര വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിലാണ് പരാമർശം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. പാകിസ്ഥാനിൽ നിന്ന് തിരിച്ചെത്തിയ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാനെ പ്രതിരോധ മന്ത്രിയും വ്യോമസേനാ മേധാവിയും സന്ദർശിച്ചു. അഭിനന്ദന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു. അഭിനന്ദൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഇന്ത്യ മാറ്റിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പാകിസ്ഥാനിലെ 60 മണിക്കൂറുകൾക്ക് ശേഷം ഇന്ത്യയിലെത്തിയ വിംഗ് കമാൻഡർ അഭിനന്ദൻ സൈനിക ചട്ടങ്ങൾ പ്രകാരമുള്ള നടപടിക്രമങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ഡൽഹിയിലെ സൈനിക ആശുപത്രിയിൽ വിശദമായ പരിശോധനയ്ക്ക് വിധേയനായി. ആരോഗ്യനിലയിൽ പ്രശ്നങ്ങളില്ല. ആക്രമണത്തിൽ മുഖത്തും ശരീരത്തിലുമുള്ള പരിക്കുകൾ ഭേദമാകുന്നു. അഭിനന്ദനുമായി കുടുംബാംഗങ്ങൾ സമയം ചെലവഴിച്ചു. അഭിനന്ദൻ എന്ന വാക്കിന് ഇന്ത്യ പുതിയ അർത്ഥം നൽകിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. देश की ताकत है, डिक्शनरी के शब्दों के अर्थ बदल देता है. कभी अभिनंदन का अंग्रेजी होता था कांग्रेचुलेशन, और अब अभिनंदन का अर्थ बदल जाएगा. ये ताकत इस देश में है. आइए उस आत्मविश्वास को लेकर के चले. एक पराक्रमी राष्ट्र के रूप में आगे बढ़ना है. പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ, വ്യോമസേനാ മേധാവി BS ധനോവ, എയർ വൈസ് മാർഷൽ RGK കപൂർ എന്നിവർ അഭിനന്ദനെ സന്ദർശിച്ചു. പാകിസ്ഥാനിലെത്തിയതെങ്ങനെ, അവിടെ നേരിട്ട ഉപദ്രവങ്ങൾ എന്തൊക്കെ തുടങ്ങിയ വിവരങ്ങൾ അറിയാൻ അഭിനന്ദനുമായി ഉദ്യോഗസ്ഥർ വിശദമായ കൂടിക്കാഴ്ച നടത്തും. വ്യോമസേന ഇന്റലിജൻസ്, IB, RO എന്നീ ഏജൻസികളാണ് വിവരങ്ങൾ ശേഖരിക്കുക. പാകിസ്ഥാൻ പുറത്തുവിട്ട അഭിനന്ദന്റെ വീഡിയോ ഭീഷണിപ്പെടുത്തിയാണ് ചിത്രീകരിച്ചതെന്ന് വ്യക്തമായാൽ ജനീവ കൺവെൻഷൻ ലംഘനം ഉന്നയിക്കാനും ഇന്ത്യക്ക് പദ്ധതിയുണ്ട്. രാജ്യത്തിന് ഹീറോയായ ധീരയോദ്ധാവ് ഈ സൈനിക ആശുപത്രിയിലുണ്ട്. പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്ത് അഭിനന്ദൻ വീണ്ടും യുദ്ധവിമാനം എപ്പോൾ പറത്തുമെന്നറിയാനാണ് ഇനിയുള്ള കാത്തിരിപ്പ്. ഡൽഹിയിലെ സൈനിക ആശുപത്രിയിൽ നിന്നും ക്യാമറമാൻ ബിനു ബേസിലിനൊപ്പം M ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18.
പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. വ്യോമസേന ജീവൻ പണയം വെച്ച് രാജ്യത്തെ രക്ഷിക്കുമ്പോൾ പ്രധാനമന്ത്രി വ്യോമസേനയുടെ പണം കൊള്ളയടിച്ച് അനിൽ അംബാനിയുടെ പോക്കറ്റിൽ നിക്ഷേപിക്കുകയാണ്. റാഞ്ചിയിലെ കോൺഗ്രസ് റാലിക്കിടെയായിരുന്നു രാഹുലിന്റെ പ്രസ്താവന. वायुसेना ने हिंदुस्तान की रक्षा की और उसी वायुसेना से चौकीदार ने 30,000 करोड़ रुपए चोरी करके अनिल अंबानी को दिए. LDF സംഘടിപ്പിച്ച കേരള സംരക്ഷണ യാത്രകൾ അല്പസമയത്തിനകം തൃശൂരിൽ സമാപിക്കും. തെക്കൻ വടക്കൻ മേഖലാ ജാഥകൾ തേക്കിൻകാട് മൈതാനിയിൽ സംഗമിക്കും. കൂടുതൽ വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുകയാണ് തൃശൂരിൽ നിന്നും. സുവി, ആരാണ് ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്? വിവരങ്ങൾ. അമീന, LDFന്റെ കേരള സംരക്ഷണ ജാഥ അല്പസമയത്തിനകം സമാപനമാകും. സമാപന പൊതുയോഗം അല്പസമയത്തിനകം ആരംഭിക്കും. 4 മണിക്ക് പൊതുയോഗം ആരംഭിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. എങ്കിലും ഇപ്പോൾ ആരംഭിക്കാനുള്ള ഒരുക്കങ്ങൾ എല്ലാം തന്നെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ സമാപന പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനായി മുഖ്യമന്ത്രിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ ഇവിടെ എത്തിച്ചേരും. ഒപ്പം തന്നെ തെക്കൻ മേഖല ജാഥ ക്യാപ്റ്റനും CPM സംസ്ഥാന സെക്രട്ടറിയുമായ കോടിയേരി ബാലകൃഷ്ണനും ഒപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറിയായ കാനം രാജേന്ദ്രനും ഇവിടെ എത്തിച്ചേരും. ഒപ്പം മറ്റ് നേതാക്കളും ഇവിടെ എത്തിച്ചേരും. അതിനുശേഷം 5 മണിയോടുകൂടിയാണ് ഈ സമാപന പൊതു സമ്മേളനം ആരംഭിക്കുക. BJP സർക്കാരിനെ പുറത്താക്കൂ, രാജ്യത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യം ഉയർത്തി കഴിഞ്ഞ 14-ാം തീയതി മുതലാണ് കേരള സംരക്ഷണ യാത്ര ആരംഭിച്ചത്. 14-ന് തിരുവനന്തപുരത്ത് നിന്ന് ആണ് യാത്ര ആരംഭിച്ചത്. കോടിയേരി ബാലകൃഷ്ണനാണ് ഇത് നയിച്ചത്. 16-ാം തീയതി, കഴിഞ്ഞ മാസം 16-ാം തീയതി കാനത്തിന്റെ നേതൃത്വത്തിൽ മഞ്ചേശ്വരത്ത് നിന്നായിരുന്നു യാത്ര. പ്രധാനമായും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് യാത്ര ആരംഭിച്ചത്. എന്നാൽ ഈ യാത്രക്കിടയിലാണ് പെരിയ സംഭവം ഉണ്ടാകുന്നത്. അതേ തുടർന്ന് പെരിയ സംഭവത്തിൽ രാഷ്ട്രീയ വിശദീകരണവും മറ്റുമാണ് പ്രധാനമായും യാത്രയിൽ ഉടനീളം ചർച്ചയായത്. ഏതായാലും ഇന്ന് അല്പസമയത്തിനകം തന്നെ കേരള സംരക്ഷണ യാത്ര സമാപിക്കുകയാണ്. തൃശൂർ തേക്കിൻകാട് മൈതാനിയിലാണ് യാത്ര സമാപന സമ്മേളനം ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ നിരവധി പേരാണ്, പ്രവർത്തകരാണ്, അണികളാണ് ഈ സമ്മേളന പൊതുയോഗത്തിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നത്. ഇടതുമുന്നണി പറഞ്ഞിരുന്നത് ഏതാണ്ട് 1 ലക്ഷത്തോളം പേർ ഇന്ന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും എന്നാണ്. അതിനാനുപാതികമായി തന്നെ നിരവധി ആളുകളാണ് ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വിവിധ ആളുകളുടെ കലാപരിപാടികൾ സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ സമാപന പൊതുസമ്മേളനത്തിന് തുടക്കമാകും. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അല്പസമയത്തിനകം തന്നെ LDF സംഘടിപ്പിച്ച കേരള സംരക്ഷണ യാത്രകൾക്ക് അല്പസമയത്തിനകം തൃശൂരിൽ സമാപനമാകും. സുബി വിശ്വനാഥനാണ് വിവരങ്ങൾ നൽകിയത്. VT ബൽറാമിന്റെ സോഷ്യൽ മീഡിയ രീതികളെ വിമർശിച്ച KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന് കോൺഗ്രസ് പ്രവർത്തകരുടെ പൊങ്കാല. 10 ലൈക്ക് പോലും തികച്ചില്ലാത്ത മുല്ലപ്പള്ളിക്ക് ബൽറാമിനെ വിമർശിക്കാൻ അർഹതയില്ല എന്ന് തുടങ്ങി മുല്ലപ്പള്ളിക്ക് അസൂയയാണെന്നുവരെ നീളുന്ന സോഷ്യൽ മീഡിയ ആക്രമണം. VT ബൽറാമിന്റെ മാന്യത വിട്ട സോഷ്യൽ മീഡിയ പ്രതികരണങ്ങളെ മുല്ലപ്പള്ളി വിമർശിക്കുന്നത് ഇതാദ്യമല്ല. അത് ആ രാഹുൽ ഈശ്വരനെയും രാഹുൽ ഗാന്ധിയെയും ഒക്കെ തന്നെ കമ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഐ എം സോ സോറി ഫോർ ഹിസ് ഇന്റലിജൻസ്. ഈസ് എ പെർവേർട്ടഡ് ബോയ്. അദ്ദേഹത്തെയാണ് കമ്പയർ ചെയ്തത് രാഹുൽ ഗാന്ധിയായിട്ട്? ഷെയ്ഫുൾ. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ന്യൂസ് 18 വരികൾക്കിടയിൽ പരിപാടിയിൽ മുല്ലപ്പള്ളി വീണ്ടും ബൽറാമിനെ വിമർശിച്ചതോടെ കോൺഗ്രസുകാരിൽ ഒരു വിഭാഗം KPCC അധ്യക്ഷനെതിരെ തിരിഞ്ഞു. 100 കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരാണ് ഫേസ്ബുക്കിൽ മുല്ലപ്പള്ളിയെ ആക്ഷേപിച്ച് രംഗത്തെത്തിയത്. ബൽറാം ഫാൻസ് എന്നാണ് ഇവരിൽ ചിലർ അവകാശപ്പെടുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് പെരുമാറ്റച്ചട്ടം കൊണ്ടുവരുമെന്ന് മുല്ലപ്പള്ളി നേരത്തെ പറഞ്ഞിരുന്നു. മാന്യത വിട്ട് പെരുമാറരുതെന്നും സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തരുതെന്നും മുല്ലപ്പള്ളിയുടെ നിർദ്ദേശം നിലവിലിരിക്കെയാണ് ബൽറാം സാഹിത്യകാരി KR മീരയ്ക്കെതിരെ ദ്വയാർത്ഥ കമന്റിട്ടത്. ഇതാണ് മുല്ലപ്പള്ളിയെ പ്രകോപിപ്പിച്ചത്. ബൽറാമിനെ തള്ളിപ്പറഞ്ഞ മുല്ലപ്പള്ളിയുടെ പ്രസ്താവന കോൺഗ്രസ് പാർട്ടിയുടെ വിവേകമാണ് സൂചിപ്പിക്കുന്നതെന്ന് എഴുത്തുകാരി KR മീര പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ, മുതിർന്ന നേതൃത്വത്തിന്റെ പക്വതയും വിവേകത്തെയുമാണ് തെളിയിക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ വളരെ ഹൃദയപൂർവ്വം അദ്ദേഹത്തിന് നന്ദി പറയുകയും ചെയ്തു. ബൽറാം മുല്ലപ്പള്ളി പോര് സമൂഹമാധ്യമങ്ങളിൽ പടരുമ്പോൾ കോൺഗ്രസിൽ പുതിയൊരു സൈബർ യുദ്ധമുഖം തുറക്കുകയാണ്.
ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. മുല്ലപ്പള്ളിയുമായുള്ള അഭിമുഖം വരികൾക്കിടയിൽ നാളെ രാവിലെയും രാത്രിയും 9 മണിക്ക് സംപ്രേഷണം ചെയ്യും. പെരിയ ഇരട്ടക്കൊലക്കേസിൽ അന്വേഷണ സംഘത്തലവനെ മാറ്റി. കോട്ടയം ക്രൈംബ്രാഞ്ചിലെ KM സാബു മാത്യുവിനാണ് പുതിയ ചുമതല. ഇക്കാര്യത്തിൽ കോൺഗ്രസിൽ ഭിന്നാഭിപ്രായമാണ്. കളങ്കിതനായ ഉദ്യോഗസ്ഥനെയാണ് മാറ്റിയതെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതികരിച്ചപ്പോൾ സർക്കാർ നടപടിക്കെതിരെ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും രംഗത്തെത്തി. പെരിയ ഇരട്ടക്കൊലക്കേസിൽ അന്വേഷണം ആരംഭിച്ച് 4ാം ദിവസമാണ് സംഘത്തലവൻ VM മുഹമ്മദ് റഫീഖിനെ മാറ്റിയത്. കോട്ടയം ക്രൈംബ്രാഞ്ചിലെ KM സാബു മാത്യുവാണ് പുതിയ അന്വേഷണ സംഘത്തലവൻ. കൂടുതൽ CPM നേതാക്കളുടെ പേരുകൾ പുറത്തുവരുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിയത് ഗൗരവതരമാണെന്ന് ഉമ്മൻചാണ്ടി. പാർട്ടി അറിഞ്ഞുള്ള ഒരു കൊലപാതകമാണ്. പ്രതികളെ രക്ഷിക്കാൻ വേണ്ടി ഭരണതലത്തിലെയും പാർട്ടി തലത്തിലെയും ഉന്നതന്മാരാണ് പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ വ്യക്തമായ ദൃഷ്ടാന്തമാണ് ഇപ്പം വന്നിരിക്കുന്നത്. കൊലപാതകികൾക്ക് പൂർണ്ണ സംരക്ഷണം നൽകുന്ന നടപടിയാണ് സർക്കാർ സ്വീകരിച്ചതെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. അന്വേഷണ സംഘത്തിലെ തലവനെ തന്നെ മാറ്റിക്കൊണ്ട് ഈ കേസ് അട്ടിമറിക്കാൻ ബോധപൂർവമായ നീക്കം സർക്കാരിന്റെയും പോലീസിന്റെയും ഭാഗത്തുണ്ടാവുകയാണ്. എന്നാൽ കളങ്കിതനാണെന്ന് താൻ പറഞ്ഞ ഉദ്യോഗസ്ഥനെ മാറ്റിയത് ആരോപണത്തെ ശരിവെക്കുന്നു എന്നായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പ്രതികരണം. ഇപ്പോഴും മാറ്റിയിരിക്കുന്നു പറയുമ്പോൾ ഡെഫിനറ്റായിട്ട് മാത്രം ശ്രമം അവരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടെന്ന ഒരു സ്ഥിരീകരണമാണിത്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ഈ അന്വേഷണമൊന്നും വേണ്ട. വൈ ഡോണ്ട് യു റെഫർ ദ കേസ് ടു CBI കൊടുക്കണം. ഏതായാലും ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങിയ പീതാംബരനെയും സജി ജോർജിനെയും ചോദ്യം ചെയ്യാനിരിക്കെ പ്രധാന ഉദ്യോഗസ്ഥന്റെ മാറ്റം അന്വേഷണത്തെ ബാധിക്കുമെന്ന് വ്യക്തമാണ്. പ്രതിപട്ടികയിലുള്ള 7 പേരെ കൂടാതെ 12 പേർക്ക് കൂടി കൊലപാതകത്തിൽ പങ്കുണ്ട് എന്നാണ് മരിച്ചവരുടെ കുടുംബങ്ങളുടെ ആരോപണം. ഇവരുടെ പങ്ക് പുറത്തുവരാൻ CBI അന്വേഷണം വേണമെന്ന ആവശ്യം കോൺഗ്രസ് കൂടുതൽ ശക്തമായി ഉന്നയിക്കുന്നു. ക്യാമറമാൻ സുമേഷ് മോറാഴയ്ക്കൊപ്പം മനു ഭരത്, ന്യൂസ് 18 കാസർഗോഡ്. പെരിയയിൽ കൊല ചെയ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീട് രാഹുൽ ഗാന്ധി സന്ദർശിക്കും. ഈ മാസമാണ് രാഹുൽ കാസർഗോഡ് സന്ദർശിക്കാനായി എത്തുക. വിവരങ്ങളുമായി മനു ഭരത് ചേരുകയാണ് കാസർഗോഡ് നിന്നും. മനു, കൊലപാതകമുണ്ടായപ്പോൾ തന്നെ ശക്തമായി അപലപിക്കുകയും അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്ത ആളാണ് രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന ഈ സമയത്ത് രാഹുൽ ഗാന്ധിയുടെ ഈ സന്ദർശനത്തെ നമ്മൾ ഏത് രീതിയിലാണ് നോക്കിക്കാണേണ്ടത്? അമീന, ഈ കൊലപാതകം നടന്ന സമയത്ത് തന്നെ രാഹുൽ ഗാന്ധി നേരിട്ട് ഈ കുടുംബാംഗങ്ങളെ ഫോണിൽ ബന്ധപ്പെടുകയും അദ്ദേഹത്തിന്റെ അനുശോചനവും ദുഃഖവും അറിയിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ സംസ്ഥാന നേതാക്കൾക്കോടൊപ്പം അദ്ദേഹം ഈ വിഷയം വലിയ ഗൗരവത്തിൽ സംസാരിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് ഫെബ്രുവരി 12-ന് ഈ കാസർഗോഡ് ജില്ലയിലെ കല്യോട്ടുള്ള ഈ വീടുകൾ സന്ദർശിക്കാൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചിരിക്കുന്നത്. ഈ വിവരം ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കുകയും ഇന്ന് രമേശ് ചെന്നിത്തല തന്നെ പെരിയിൽ നടക്കുന്ന ഈ പ്രതിരോധ സംഗമത്തിൽ വെച്ച് രാഹുൽ ഗാന്ധി 12-ാം തീയതി കേരളത്തിൽ എത്തും എന്ന കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വലിയ തോതിലുള്ള ഒരു പ്രക്ഷോഭം കേരളത്തിലും പ്രത്യേകിച്ച് കാസർഗോഡ് കേന്ദ്രീകൃതമായി നടത്തുവാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. ഈ രാഷ്ട്രീയ കൊലപാതകം ഒരു മുഖ്യ വിഷയമായി ഉയർത്തുകയും ഒപ്പം തന്നെ CBI അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തിയുക്തമായി ഉന്നയിക്കുകയും ചെയ്യുക എന്നത് തന്നെയാണ് കോൺഗ്രസിന്റെ നീക്കം. അതിന് കരുത്തു പകർന്നുകൊണ്ടാകും ഈ ഫെബ്രുവരി 12-ന് രാഹുൽ ഗാന്ധി കാസർഗോഡ് എത്തുക. ശരി മനു. നീലക്കുറിഞ്ഞി മേഖലയിൽ മരം മുറിക്കാനുള്ള റവന്യൂ വകുപ്പ് ഉത്തരവിന് തടയിട്ട് ദേവികുളം സബ് കളക്ടർ രേണുരാജ്. സർക്കാർ ഭൂമിയിലെ മരമുറി തടയാൻ കളക്ടർ പോലീസിന് നിർദ്ദേശം നൽകി. വട്ടവടിയിൽ സബ് കളക്ടറുടെയും വനിതാ വൈൽഡ് ലൈഫ് വാർഡന്റെയും കോലം കത്തിച്ച് നാട്ടുകാർ പ്രതിഷേധിച്ചു. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് കൊട്ടക്കാമ്പൂർ അടക്കമുള്ള വില്ലേജുകളിൽ മരം മുറിക്ക് റവന്യൂ വകുപ്പ് അനുമതി നൽകിയത്. എന്നാൽ തൊട്ടു പിന്നാലെ ഇതിനെതിരെ വനം വകുപ്പ് രംഗത്തെത്തി. മൂന്നാർ വൈൽഡ് ലൈഫ് വാർഡൻ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലകളിലെ സർക്കാർ ഭൂമിയിലെ മരമുറി തടയണമെന്ന് ദേവികുളം സബ് കളക്ടർ രേണുരാജ് പോലീസിന് നിർദ്ദേശവും നൽകി. ഇതോടെയാണ് വട്ടവടയിൽ നാട്ടുകാർ സബ് കളക്ടർക്കെതിരെ രംഗത്തെത്തിയത്. മരമുറിക്കാൻ നൽകിയ സർക്കാർ ഉത്തരവ് സബ് കളക്ടർ അട്ടിമറിക്കുകയാണെന്നാരോപിച്ച് നാട്ടുകാർ രേണുരാജിന്റെ കോലം കത്തിച്ചു. വട്ടവട, കൊട്ടക്കാമ്പൂർ അടക്കമുള്ള വില്ലേജുകളിൽ പട്ടയ സ്ഥലങ്ങൾക്ക് പുറത്താണ് ഗ്രാൻഡിസ് മരങ്ങളിൽ ഏറിയ പങ്കും. കൈവശരേഖകൾ ഉള്ളവരും ഇല്ലാത്തവരും കൃഷിയിൽ ഏർപ്പെട്ടിട്ടുമുണ്ട്. സർക്കാർ ഭൂമി കയ്യേറിയവരും ഇക്കൂട്ടത്തിലുണ്ട്. സബ് കളക്ടറുടെ ഉത്തരവനുസരിച്ച് മരമിട്ടും സ്ഥലം സർക്കാരിൻ്റെതല്ലെന്ന് വ്യക്തമാക്കാൻ ഭൂമി സംബന്ധമായ രേഖകൾ ഹാജരാക്കേണ്ടി വരും. ഇതോടെയാണ് കളക്ടർക്കും വൈൽഡ് ലൈഫ് വാർഡനുമെതിരെ നാട്ടുകാർ രംഗത്തെത്തിയത്. മറ്റന്നാളാണ് മരംവെട്ടിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത്. ന്യൂസ് 18 മൂന്നാർ.
കേരളം കടുത്ത ചൂടിലേക്ക് 2 മുതൽ 4 ഡിഗ്രി വരെ അധികം ചൂട് ഇത്തവണ രേഖപ്പെടുത്തുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നത്. മലപ്പുറവും പാലക്കാടും അടക്കമുള്ള ജില്ലകളിൽ ചൂട് 8 ഡിഗ്രി വരെ ഉയർന്നേക്കാമെന്നും മുന്നറിയിപ്പുണ്ട്. കേരളം ഇത്തവണ വേനലിൽ ചുട്ടുപൊള്ളുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ നിഗമനം. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ചൂട് 2 മുതൽ 4 ഡിഗ്രി വരെ ഉയരും. വടക്കൻ ജില്ലകളിൽ ചൂട് 8 ഡിഗ്രി വരെ ഉയർന്നേക്കുമെന്നാണ് മുന്നറിയിപ്പ്. പാലക്കാട്, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് മേഖലകളിൽ വരുന്ന 5-ന് കൂടുതൽ ചൂട് രേഖപ്പെടുത്തും. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് മാർച്ച് എത്തുന്നതിന് മുൻപേ സംസ്ഥാനം പൊള്ളിത്തുടങ്ങിയിരുന്നു. എൽനിനോ പ്രതിഭാസമാണ് ചൂട് കൂടുതൽ അനുഭവപ്പെടാൻ കാരണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. 3 മാസം വരെ ഇത് തുടരും. ഇന്നത്തെ അനുമാനം, ഇന്ന് ലഭിച്ചിട്ടുള്ള അനുമാനം വെച്ചിട്ട് അടുത്ത കുറച്ച് ദിവസങ്ങളിൽ ഈ രീതി തുടരും. അതിൽ 5-ാം തീയതി പ്രത്യേകമായി മധ്യ കേരളത്തിൽ, പ്രത്യേകിച്ചും തൃശ്ശൂരിനും കോഴിക്കോടിനും ഇടയിലുള്ള പ്രദേശങ്ങൾ, പാലക്കാട് കേന്ദ്രീകരിച്ച് ചില പ്രദേശങ്ങളിൽ ചൂട് 8 ഡിഗ്രിയോളം ശരാശരിയിൽ നിന്ന് കൂടി നിൽക്കുന്നതായി അവരുടെ അനുമാനങ്ങൾ കാണിക്കുന്നു. സൂര്യാഘാതം ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. അപകട സാധ്യത കണക്കിലെടുത്ത് ദുരന്ത നിവാരണ അതോറിറ്റി പ്രത്യേക മുൻകരുതൽ നിർദ്ദേശങ്ങൾ നൽകി. ചൂട് കൂടുന്ന സാഹചര്യത്തിൽ തൊഴിൽ സമയം പുനഃക്രമീകരിച്ച് നേരത്തെ തന്നെ ലേബർ കമ്മീഷണർ ഉത്തരവിറക്കിയിരുന്നു. പരീക്ഷാകാലമായതിനാൽ വിദ്യാർത്ഥികളും സ്കൂൾ അധികൃതരും പ്രത്യേകം ശ്രദ്ധ പുലർത്തണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിക്കുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ചവറയിൽ ITI വിദ്യാർത്ഥിയുടെ മരണം തലയിൽ ആന്തരിക രക്തസ്രാവത്തെ തുടർന്നെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കേസിൽ അറസ്റ്റിലായ പ്രധാന പ്രതി ജില്ലാ ജയിൽ വാർഡൻ വിനീതിനെ സസ്പെൻഡ് ചെയ്തു. ഇയാളെ വൈകുന്നേരം ചവറ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. കേസ് ഒത്തുതീർപ്പാക്കാൻ പോലീസ് ശ്രമിച്ചെന്ന് കൊല്ലപ്പെട്ട രഞ്ജിത്തിന്റെ അച്ഛൻ ആരോപിച്ചു. ഫെബ്രുവരി 16-നാണ് ജില്ലാ ജയിൽ വാർഡൻ വിനീതിന്റെ നേതൃത്വത്തിലുള്ള 6-അംഗ സംഘം വീട്ടിലെത്തി രഞ്ജിത്തിനെ മർദ്ദിച്ചത്. തുടർന്ന് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയവെയാണ് മരണം. തലയ്ക്കേറ്റ അടിമൂലം ആന്തരിക രക്തസ്രാവമുണ്ടായതാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. രഞ്ജിത്ത് ആശുപത്രിയിൽ കഴിയവേ കേസ് ഒത്തുതീർപ്പാക്കാൻ പോലീസ് നിരന്തരം ബന്ധപ്പെട്ടെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. 2-3 ദിവസം അവർ നമ്മളെ ഫോൺ ചെയ്ത് വിളിക്കുന്നുണ്ട്, പോലീസ് സ്റ്റേഷനിൽ വാ, നമുക്കത് ഒത്തുതീർപ്പാക്കാം. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ കുഞ്ഞാണ് വലുത്, ഞങ്ങൾ ഒരു ഒത്തുതീർപ്പിനും ഇല്ല എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു. പ്രധാന പ്രതിയായ വിനീതിനെ ജോലിയിൽ നിന്ന് ജയിൽ വകുപ്പ് മേധാവി സസ്പെൻഡ് ചെയ്തു. മറ്റ് 5 പ്രതികൾ കൂടി അറസ്റ്റിലാകാനുണ്ട്. ന്യൂസ് 18 കൊല്ലം. വളർത്തുപുത്രിയുടെ ദുരൂഹ മരണത്തിൽ അറസ്റ്റിലായ മലയാളി യുവതിയെ അമേരിക്കൻ കോടതി കുറ്റവിമുക്തയാക്കി. 3.5 വയസ്സുകാരിയായ മകൾ ഷെറൻ മാത്യൂസിന്റെ മരണത്തിൽ തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എറണാകുളം സ്വദേശി സിനി മാത്യൂസിനെ ഡാലസ് കൌണ്ടി കോടതി വെറുതെ വിട്ടത്. 2017 ഒക്ടോബറിലാണ് കേസിനാസ്പദമായ സംഭവം. വെസ്ലി മാത്യു, സിനി ദമ്പതികളുടെ വളർത്തുമകൾ ഷെറിൻ മാത്യൂസിന്റെ മൃതദേഹം വീടിനടുത്തുള്ള കലുങ്കിനടിയിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു. പാല് കുടിക്കാത്തതിന് വെളുപ്പിനെ വീടിന് പുറത്തിറക്കി നിർത്തിയ ഷെറിനെ കാണാതായി എന്നായിരുന്നു ദമ്പതികളുടെ ആദ്യവാദം. മൃതദേഹം കണ്ടെത്തിയതോടെ പാല് തൊണ്ടയിൽ കുടുങ്ങി മരിക്കുകയായിരുന്നുവെന്ന് തിരുത്തി. സംഭവത്തിൽ വെസ്ലി മാത്യുവും സിനിയും അറസ്റ്റിലായി. കുട്ടിക്ക് വേണ്ട സുരക്ഷ ഉറപ്പാക്കാതെ ഉപേക്ഷിച്ചെന്ന കുറ്റമാണ് സിനിക്കെതിരെ ചുമത്തിയിരുന്നത്. കുട്ടിയെ കാണാതാകുമ്പോൾ ഉറക്കത്തിലായിരുന്നുവെന്നും ഭർത്താവും കുട്ടിയുമായി ഉണ്ടായ പ്രശ്നം അറിഞ്ഞിരുന്നില്ലെന്നും സിനി കോടതിയെ അറിയിച്ചു. പ്രഥമദൃഷ്ട്യാ തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അറ്റോർണി സിനിയെ വെറുതെ വിട്ടത്. എന്നാൽ ഭർത്താവ് വെസ്ലി മാത്യു കൊലക്കുറ്റത്തിന് വിചാരണ നേരിടണമെന്നും കോടതി വിധിച്ചു. ബീഹാർ നളന്ദയിലെ ബാലസംരക്ഷണ കേന്ദ്രത്തിൽ നിന്നാണ് ദമ്പതികൾ കുട്ടിയെ ദത്തെടുത്തത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൊച്ചിയിൽ തീപിടുത്തമുണ്ടായ ചെരുപ്പ് ഗോഡൌണിന് ബലക്ഷയമുണ്ടായതായി ഫയർ അഗ്നിശമന സേന റിപ്പോർട്ട്. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ചതുകൊണ്ടാണ് 6 നില കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തീപിടുത്തമുണ്ടാകുമ്പോൾ കെട്ടിടത്തിന്റെ 1-ാം നില മുതൽ 5-ാം നില വരെ ചെരുപ്പുകൾ സ്റ്റോക്ക് ചെയ്തിരുന്നു. താമസത്തിനും കടകൾക്കുമായി നിർമ്മിച്ചിരുന്ന കെട്ടിടം സംഭരണ കേന്ദ്രമാക്കി മാറ്റിയത് നിയമവിരുദ്ധമാണ്. സംഭരണ കേന്ദ്രങ്ങൾക്ക് 15 മീറ്റർ മാത്രമേ ഉയരമുണ്ടാകാനാകൂ എന്ന നിയമവും ലംഘിച്ചിട്ടുണ്ട്. കെട്ടിടത്തിലെ അഗ്നിശമന സംവിധാനങ്ങൾ പ്രവർത്തന സജ്ജമായിരുന്നില്ല. കെട്ടിടത്തിന്റെ വൈദ്യുതി പാനൽ ബോർഡിൽ നിന്നാണ് തീ പടർന്നതെന്നും അഗ്നിശമന സേന തയ്യാറാക്കിയ റിപ്പോർട്ട് അനുമാനിക്കുന്നു. മലബാർ സിമന്റ്സിലെ അഴിമതിയും ദുരൂഹ മരണങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണം ശക്തമാക്കണമെന്നാവശ്യപ്പെട്ട് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. ഇക്കാര്യം ആവശ്യപ്പെട്ട് കമ്പനി സെക്രട്ടറിയായിരുന്ന ശശീന്ദ്രന്റെ കുടുംബവും വിവിധ സംഘടനകളും നടത്തുന്ന ധർണയുടെ പശ്ചാത്തലത്തിലാണ് കത്ത്.